ഹായ് നമസ്കാരം. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിങ്ങളുടെ എല്ലാം വാട്സാപ്പിൽ ഇങ്ങനെയൊരു വളയ ചിഹ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. വളരെയേറെ കസ്റ്റമർ നമ്മുടെ ഷോപ്പിലെത്തുകയും ഇതെന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ വളയം നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ആസ്ക് മെറ്റ AI എനിത്തിങ്, അതാണ് ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് താഴെ കുറേ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം മെറ്റ എന്താണെന്ന്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അതിൻ്റെയൊക്കെ മദർ കമ്പനിയാണ് മെറ്റ. അപ്പോൾ അവരൊരു AI ബൂട്ട്സുമായിട്ട് വന്നിരിക്കുകയാണ്. അതിപ്പം ഏതാണ്ട് 2 മാസത്തിന് മുമ്പ് തന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും എത്തിയെങ്കിലും ഇന്ത്യയിൽ ഈ സേവനം 2 ദിവസം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. വാട്സാപ്പിനോടൊപ്പം തന്നെ നമുക്ക് ഏത് വിഷയവും ഈ മെറ്റ AIയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും, അത് ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അതല്ലെങ്കിൽ മറ്റുള്ള എന്തിനെക്കുറിച്ചും നമ്മൾ മെറ്റയോട് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ അതിൻ്റെ ഒരു സമ്മറിയായിട്ടുള്ള വിവരണം നമുക്ക് എത്തിച്ചു തരും. നമുക്കറിയാം, നമ്മൾ ഗൂഗിളിനകത്ത് ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം എന്ന് നമ്മൾ ഗൂഗിളിൽ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകളായിരിക്കും, ഒരുപാട് ചിത്രങ്ങളും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ തലച്ചോറും കൂടെ അതിനകത്ത് വർക്ക് ചെയ്യിച്ച് നമ്മൾ തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ഒരു സമ്മറി ഉണ്ടാക്കിയാണ് എടുക്കേണ്ടത്. എന്നാൽ നമ്മൾ മെറ്റയിൽ തിരുവനന്തപുരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ നമുക്ക് തരുന്ന അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു സമ്മറി ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെറ്റയോട് പാട്ട് പാടാൻ സഹായം ചോദിക്കാം, ചിത്രം വരയ്ക്കാനുള്ള സഹായം ചോദിക്കാം, ലോകത്ത് എന്ത് കാര്യത്തിനെക്കുറിച്ചുള്ള സഹായവും നമുക്ക് മെറ്റയോട് ചോദിക്കാം. മെറ്റ അതിനെ പരിശീലിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരിക തന്നെ ചെയ്യും. ടൈപ്പ് ചെയ്താണ് നമുക്ക് അയച്ചു തരുന്നത്, നമുക്കത് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്കൊരു ബയോഡാറ്റ, ഏറ്റവും പുതിയ മോഡലുള്ള ഒരു ബയോഡാറ്റ വേണം, മെറ്റയോട് നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ നമുക്കത് അയച്ചു തരും. അത് ഒരു ലീവ് ലെറ്റർ വേണം, അതും മെറ്റയോട് ചോദിച്ചാൽ മതി, മെറ്റ അയച്ചു തരും. ഒരു ലവ് ലെറ്റർ വേണം, അതും നമ്മൾ മെറ്റയോട് ചോദിച്ചാൽ മതി, അതും മെറ്റ അയച്ചു തരും. അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കാനായിട്ടാണ് മെറ്റ AI ബൂട്ട്സ് നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത്. 40ഓളം ഭാഷകളാണ് മെറ്റയെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ അങ്ങനെയുള്ള ഏതാണ്ട് 40ഓളം ഭാഷകൾ. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദി, ബംഗാളി, തെലുങ്ക്, തമിഴ് അങ്ങനെയുള്ള ഭാഷകളൊക്കെ തന്നെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മെറ്റയ്ക്ക് മനസ്സിലാവും. പക്ഷേ അത് മെറ്റ നമുക്ക് തിരിച്ചു തരുന്ന മറുപടി മിക്കവാറും നമ്മൾ അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് അതിനുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ന് മാത്രം. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മെറ്റയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് അറിവ് നേടുകയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം.